ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയത് മുഴുവൻ ഒരു ദിവസം കൊണ്ട് ഇല്ലാതെയാകുമ്പോൾ മനുഷ്യന് എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കണം. അതാണോ ഇവിടെ സംഭവിച്ചത്? കൊലയാളി എന്ന ക്രൈം നോവലിൻ്റെ 53-ാം ഭാഗം സ്കിപ്പ് ചെയ്തു പോകാതെ മുഴുവനും കേൾക്കണേ. നിഷാദിൻ്റെ പിതാവ് പണം ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം ആദ്യത്തെ വർഷം യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അതോടെ വിശ്വാസം അല്പം കൂടെ കൂടുകയാണ് ചെയ്തത്. എന്നാലും വേറെ പണം കയ്യിലില്ലാത്തതുകൊണ്ട് കൂടുതൽ ഡെപ്പോസിറ്റ് ചെയ്തില്ല എന്ന് മാത്രം. എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ കുറേ കൂടി പണം ഡെപ്പോസിറ്റ് ചെയ്യാൻ തോന്നുമായിരുന്നു. ആ വർഷത്തിൻ്റെ അവസാനം കൃത്യമായി പലിശയായി ഉണ്ടായിരുന്ന തുക ദിവാകരന് പിൻവലിക്കാൻ കഴിയുകയും ചെയ്തു. അവർ പറഞ്ഞതുപോലെ തന്നെ 20% പലിശ, അതായത് 4 ലക്ഷം രൂപ പലിശ ഇനത്തിൽ തന്നെ ദിവാകരൻ്റെ കയ്യിലേക്ക് കിട്ടി. അതോടെ ആ സ്ഥാപനത്തെക്കുറിച്ച് അയാൾക്ക് എന്തെങ്കിലും സംശയം ബാക്കി ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതുകൂടി ഇല്ലാതെയായി. അയാൾ തന്നെ പലരോടും ആ ബാങ്കിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. എന്നാൽ 2-3 മാസം കൂടി കഴിയുന്നതിന് മുൻപ് തന്നെ ആ സ്വകാര്യ ബാങ്കിനെക്കുറിച്ച് ശുഭകരമല്ലാത്ത ചില വിവരങ്ങൾ ദിവാകരൻ്റെയും ചെവിയിൽ എത്തി. ആദ്യം ആ വിവരം അറിഞ്ഞത് നിഷാദ് തന്നെയാണ്. അതിനെക്കുറിച്ച് അവൻ തന്നെ കൂടുതൽ അന്വേഷിച്ചതിന് ശേഷമാണ് അച്ഛനോട് വിവരം പറഞ്ഞത്. നിഷാദിനും ദിവാകരനും അടുത്തറിയാവുന്ന കുറച്ചു പേർക്ക് അതേ ബാങ്കിൽ തന്നെ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അവരിലൊരാളുടെ മകളുടെ കല്യാണത്തിനു വേണ്ടി പണം പിൻവലിക്കാൻ ചെന്നപ്പോൾ അയാൾക്ക് പണം കിട്ടിയില്ല. ആദ്യത്തെ തവണ ചെന്നപ്പോൾ 2 ദിവസത്തെ അവധി പറഞ്ഞു. അത് സാരമില്ലായിരുന്നു. അയാൾ പിന്നത്തെ തവണ ചെന്നപ്പോഴേക്കും വേറെയും ആളുകൾ പണം പിൻവലിക്കാൻ വന്നിരുന്നു. അവർക്കും പണം ലഭിച്ചില്ല. അതോടെ ആകെ പ്രശ്നമായി. ആളുകൾ പ്രശ്നമുണ്ടാക്കുന്ന വിവരമറിഞ്ഞാണ് പോലീസ് എത്തിയത്. വന്ന പോലീസുകാരെല്ലാവരും ബാങ്കിന് വേണ്ടിയാണ് സംസാരിച്ചത്. ഡെപ്പോസിറ്റ് ചെയ്തവരോട് ശത്രുതാപരമായ മനോഭാവമാണ് അവർ സ്വീകരിച്ചത്. പണം കിട്ടാത്തവർ തീർച്ചയായും പ്രതിഷേധിക്കുമല്ലോ. അതിന് പരിധി നിശ്ചയിച്ചാൽ അത് അംഗീകരിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് വരില്ല. കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം ഡെപ്പോസിറ്റ് ചെയ്തതല്ലേ, വെറുതെ അല്ലല്ലോ. അങ്ങനെ വരുമ്പോൾ സമാധാന പാലനത്തിൻ്റെ പേരിൽ അവരെ തല്ലിച്ചതയ്ക്കുകയാണോ വേണ്ടത്? അങ്ങനെ ചെയ്തെങ്കിൽ അതാർക്കും അംഗീകരിക്കാവുന്ന കാര്യമായിരുന്നില്ല. അന്ന് ചെന്നവർക്ക് പണം കിട്ടിയില്ല എന്ന് മാത്രമല്ല, തല്ല് ആവശ്യത്തിനും മിച്ചത്തിനും കിട്ടുകയും ചെയ്തു. അതിനടുത്ത ദിവസം മുതൽ ആ സ്ഥാപനം തുറക്കാറുമില്ലായിരുന്നു. കുറച്ചു പേരെങ്കിലുമൊക്കെ ഡെപ്പോസിറ്റ് ക്യാൻവാസ് ചെയ്യാൻ വന്നവരെ പിടിക്കുകയും മർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അതുകൊണ്ടും അവർക്കാർക്കും പണം കിട്ടിയില്ല. ദിവാകരനും വിവരമറിഞ്ഞ് ഒരു ദിവസം ആ സ്ഥാപനത്തിൽ വരെ പോയി നോക്കിയിരുന്നു. അവിടെ ആരെയും കാണാൻ കഴിഞ്ഞില്ല. പൂട്ടിക്കിടക്കുന്ന സ്ഥാപനം മാത്രമാണ് അയാൾക്ക് മുൻപിൽ ഉണ്ടായിരുന്നത്. പണം നഷ്ടപ്പെട്ടത് മാത്രമല്ല നിഷാദിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ ബുദ്ധിമുട്ട്. പണം നഷ്ടപ്പെട്ടവരെല്ലാവരും ചേർന്ന് കേസ് കൊടുക്കുകയും സമരം നടത്തുകയും ഒക്കെ ചെയ്തു. അതിൻ്റെയും മുൻപന്തിയിലുണ്ടായിരുന്നു ദിവാകരൻ. അതാണ് ഉമ്മച്ചൻ മുതലാളിക്ക് ദിവാകരനോട് ശത്രുത ഉണ്ടാവാൻ കാരണം. കയ്യിലിരുന്ന പണം മുഴുവൻ തന്ത്രപരമായി തട്ടിപ്പറിച്ചതുപോലെ വാങ്ങിച്ചതും പോരാഞ്ഞിട്ട് തിരിച്ചു ചോദിക്കുന്നവനെ ശത്രുവായി കാണുക എന്നാൽ അതിനെ എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും?
നമ്മൾ ന്യായീകരിക്കണമെന്ന് അവർക്കൊരു നിർബന്ധവുമില്ലായിരിക്കും. തട്ടിപ്പറിച്ചെടുത്തതിനെ അവർക്ക് ന്യായീകരിക്കാനും കഴിയും. കാരണം കിട്ടിയത് മുഴുവൻ അവർക്ക് തന്നെയാണല്ലോ. ഉമ്മച്ചന് ദിവാകരനോട് നേരിട്ട് ദേഷ്യമുണ്ടാവാൻ കാരണമായ മറ്റൊരു സംഭവവും കൂടിയുണ്ടായി. ആ സംഭവമാണ് ഉമ്മച്ചനെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. ബാങ്കിങ് കമ്പനിയുടെ ഉടമസ്ഥൻ ഉമ്മച്ചനാണെന്ന് ദിവാകരന് അറിയാമായിരുന്നല്ലോ. ദിവാകരൻ നഗരത്തിൽ നിന്നും ഒരു ദിവസം ഉമ്മച്ചനെ കാണാനിടയായി. ദിവാകരൻ അയാളെ കണ്ട സ്ഥലത്ത് വെച്ച് പിടിച്ചു നിർത്തി. തൻ്റെ പണം തന്നതിന് ശേഷമല്ലാതെ ഒരടി മുന്നോട്ട് വയ്ക്കാൻ സമ്മതിക്കില്ല എന്നായിരുന്നു ദിവാകരൻ്റെ വെല്ലുവിളി. ധൈര്യമുണ്ടെങ്കിൽ എന്നെ മറികടന്ന് പണം തരാതെ നീ മുന്നോട്ട് പോടാ ഉമ്മച്ച എന്നയാൾ ആക്രോശിച്ചു. കുറേ പേരൊക്കെ ചുറ്റും കൂടി. അവർക്കാർക്കും യഥാർത്ഥ കാര്യം പിടികിട്ടിയില്ല. ദിവാകരനിൽ നിന്നും അങ്ങനെ ഒരു പെരുമാറ്റം അയാളെ അടുത്തറിയാവുന്നവർ തീരെ പ്രതീക്ഷിക്കുകയുമില്ല. ശാന്തപ്രകൃതിയായ ദിവാകരനെയാണ് അവർ ഇതിനു മുൻപ് കണ്ടിട്ടുള്ളത്. തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നു ഉമ്മച്ചൻ്റെ ചോദ്യം. നിന്നോട് ആരാണ് പറഞ്ഞത് സഹകരണ ബാങ്കിൽ കിടന്ന പണം എൻ്റെ സ്ഥാപനത്തിൽ കൊണ്ടുവന്ന് ഡെപ്പോസിറ്റ് ചെയ്യാൻ? കൂടുതൽ പലിശ കിട്ടുമെന്ന് വിചാരിച്ചല്ലേ നീ അത് ചെയ്തത്? സത്യാഗ്രഹമുണ്ടായാൽ ഇങ്ങനൊക്കെ തന്നെയാണ്. അത് കാരണം പണ്ടൊരുത്തൻ്റെ 2 കണ്ണും നഷ്ടപ്പെട്ടിട്ടില്ലേ? അത് പിന്നെ കഥയാണെന്ന് പറയാം. ഇവിടെ ഇപ്പോൾ അതുപോലെ ദിവാകരന് പണം നഷ്ടപ്പെട്ടു. അതും അയാൾക്ക് ആകെ ഉണ്ടായിരുന്ന സമ്പാദ്യമാണത്. എന്നാൽ പോലും അതിന് ഉമ്മച്ചനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലത്രേ. പണം തിരിച്ചു തരാൻ അയാൾ ഉദ്ദേശിക്കുന്നില്ല പോലും. വാങ്ങാൻ ധൈര്യമുണ്ടെങ്കിൽ വാങ്ങിക്കോളാൻ ദിവാകരനെ വെല്ലുവിളിച്ച് ഉമ്മച്ചൻ നെഞ്ചു വിരിച്ചു നിന്നു. പല പൊതുക്കാര്യ പ്രസക്തരും ഇടപെട്ടതിന് ശേഷമാണ് അന്ന് ഉമ്മച്ചന് ദിവാകരനിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞത്. പക്ഷേ ഉമ്മച്ചൻ അത് മറന്നൊന്നുമില്ല. അയാളുടെ പ്രതികരണം അതികഠിനമായിരുന്നു. ദിവാകരന് താങ്ങാവുന്നതിലും അപ്പുറം. അതിനുശേഷമാണ് ഉമ്മച്ചൻ്റെയും ഗുണ്ടകളുടെയും ആക്രമണം ദിവാകരന് നേരെ ഉണ്ടായത്. ദിവാകരൻ്റെ നേരെ ആദ്യം ഉമ്മച്ചൻ്റെ ഗുണ്ടകളുടെ ഭീഷണിയായിരുന്നു. പ്രധാനമായും ഭീഷണിപ്പെടുത്താൻ അവിടെ ചെന്നിരുന്നത് വാസുവായിരുന്നു. അവൻ വാക്കാൽ ഭീഷണി മാത്രമല്ല, ശാരീരികമായ ഭീഷണി കൂടി ദിവാകരൻ്റെ അടുത്ത് നടത്തിയാണ് തിരിച്ചുപോയത്. ദിവാകരൻ ഒരടി പോലും പിന്നോക്കം പോകാൻ തയ്യാറായിരുന്നില്ല. ധനകാര്യ സ്ഥാപനത്തിനെതിരെ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുന്നതിൻ്റെ നേതാവ് ദിവാകരൻ തന്നെയായിരുന്നു. ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് നീങ്ങി. ഒരു ദിവസം വൈകുന്നേരം നിഷാദിൻ്റെ അച്ഛൻ സമരപരിപാടികളെ പറ്റിയുള്ള കൂടിയാലോചനകൾക്ക് പോയതായിരുന്നു. അതിനുശേഷം നഗരത്തിൽ നിന്ന് തിരിച്ചു പുറപ്പെട്ടത് തന്നെ അല്പം വൈകിയാണ്. വരുന്ന വഴിയിൽ എവിടെയോ വെച്ച് അയാൾ ആക്രമിക്കപ്പെട്ടു. വെറും ആക്രമണമല്ല, അതിക്രൂരമായ ആക്രമണം. പിറ്റേ ദിവസം രാവിലെ വഴിയോരത്ത് അർദ്ധപ്രാണനായി കിടക്കുന്ന ദിവാകരൻ്റെ വിവരം അറിഞ്ഞത് രാവിലെ ആ വഴി പോയവരാണ്. അവർ അയാളെ ആശുപത്രിയിലാക്കി. ആ വിവരം നിഷാദിനെ അറിയിക്കുകയും ചെയ്തു. 2 ദിവസം ആശുപത്രിയിൽ കിടന്നെങ്കിലും ആ കിടപ്പിൽ നിന്നും അച്ഛൻ എഴുന്നേറ്റില്ല. 3-ാം ദിവസം ദിവാകരൻ മരിക്കുകയും ചെയ്തു. എന്നിട്ടും പക തീരാതെ ഉമ്മച്ചനും സംഘവും അവർ താമസിച്ചിരുന്ന വീട് കത്തിക്കുകയും നിഷാദിൻ്റെ അമ്മ അതിനുള്ളിൽ അകപ്പെട്ടു പോവുകയും ചെയ്തു. അന്നത്തെ ദിവസത്തോടെ നിഷാദിന് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. അന്ന് അവൻ അവിടെ നിന്നും പോയതാണ്.
പിന്നീട് പല സ്ഥലത്തും വെച്ചവനെ കണ്ടിട്ടുണ്ടെങ്കിലും നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. ഉമ്മച്ചനെ ഭൂമിക്ക് മുകളിൽ വെച്ചേക്കില്ല എന്ന് കൂട്ടുകാരോടൊക്കെ അവൻ പറഞ്ഞതായി അറിയാം. പക്ഷേ അവനെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? മലയോട് എലി യുദ്ധം ചെയ്യുന്നത് പോലെ ഇരിക്കും. ശശിക്ക് നിഷാദിൻ്റെ കഥകളൊക്കെ അറിയാമല്ലോ. അയാളെ നേരിട്ടറിയാമോ? ഒരു തവണ കണ്ടിട്ടുണ്ട്. അധികം സംസാരിക്കാനൊന്നും കഴിഞ്ഞില്ല. ഈ സംഭവങ്ങൾക്ക് ശേഷം അവൻ അങ്ങനെ അധികം സംസാരിക്കില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഥകളെല്ലാം അറിഞ്ഞതും മറ്റുള്ളവരിൽ നിന്നുമാണ്. നിഷാദിനെ പറ്റി ഈ സംഭവമല്ലാതെ മറ്റെന്തെങ്കിലും അറിയാമോ? ഏതെങ്കിലും സംഘടനകളുമായുള്ള ബന്ധമുണ്ടോ എന്നും മറ്റും? അതായത് തീവ്ര ചിന്താഗതികളുള്ള സംഘടനകളേതെങ്കിലും? ഇവിടെ നിന്നും അവന് അത്തരം സംഘടനകളുമായി ഒന്നും ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അവൻ ഏതോ നിരോധിത സംഘടനയിലെ പ്രവർത്തകനാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നിഷാദിന് പകയുണ്ടെങ്കിൽ തന്നെ അത് ഉമ്മച്ചനോടും ചെറിയാച്ചനോടുമല്ലേ ഉള്ളൂ. ബാക്കി ആരോടും അയാൾക്ക് പകയുണ്ടാകേണ്ട കാര്യമില്ലല്ലോ. അവരോട് മാത്രമായിരിക്കില്ലല്ലോ സാർ. അതിനുശേഷം ശശി ആ സാധ്യതയെക്കുറിച്ചും പറഞ്ഞു. അതായത് ദിവാകരൻ്റെയും ഭാര്യയുടെയും മരണത്തിന് ശേഷം കേസും മറ്റുമായി നിഷാദ് കുറച്ചൊക്കെ മുന്നോട്ട് പോയതാണ്. അവനെ നിരുത്സാഹപ്പെടുത്തിയതും കേസിൽ നിന്ന് പിന്മാറുന്നതിനു വേണ്ടി ഭീഷണിപ്പെടുത്തിയതും പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അത് ആരാണെന്നൊന്നും നിഷാദ് ഒരിക്കലും പറഞ്ഞിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ എല്ലാവരോടും പറഞ്ഞിട്ടെന്താ കാര്യം? കേൾക്കുന്നവർക്കാർക്കും തന്നെ അതിലൊന്നും വലിയ താല്പര്യം കാണില്ല. അത് അവരുടെ കാര്യമല്ലല്ലോ എന്നല്ലേ വിചാരിക്കുകയുള്ളൂ. അതാണല്ലോ ഇപ്പോഴത്തെ പ്രവണത. പറയാൻ ഭയപ്പെട്ടിട്ടാണോ പറയാത്തത്? അതോ മറ്റെന്തെങ്കിലും രഹസ്യ പദ്ധതികൾ മനസ്സിൽ വെച്ചുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. അതുകൊണ്ട് തന്നെ ഉമ്മച്ചൻ്റെ സംഘത്തിലുള്ള പലരോടും നിഷാദിന് തീർത്താൽ തീരാത്ത വൈരാഗ്യമുണ്ട്. എങ്ങനെ ഉണ്ടാകാതിരിക്കുമെന്ന് പറഞ്ഞേ? കാരണം അവരെല്ലാമാണല്ലോ ഉമ്മച്ചൻ്റെയും ചെറിയാച്ചൻ്റെയും ഇടവും വലവും നിന്ന് അയാൾക്ക് യാതൊരു കോട്ടവും വരാതെ സംരക്ഷിച്ചത്, ഇപ്പോഴും സംരക്ഷിക്കുന്നതും. ബാക്കിയുള്ളവർക്ക് എന്തു വന്നാലെന്താ? അവർക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിക്കരുത് എന്നല്ലേ ഇവരൊക്കെ വിചാരിച്ചത്? അവരെക്കൊണ്ടല്ലേ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥന്മാർക്കും കാര്യമുള്ളൂ. ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളെ സേവിക്കേണ്ടവരല്ലേ? എന്നിട്ട് അവർ ചെയ്യുന്നത് എന്താണ്? പിന്നെ അവരോട് നിഷാദിന് വിരോധമുണ്ടായാൽ അതിൽ അതിശയിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ നിഷാദിന് ഹമീദ് സാറിനോടും വിരോധമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരിക്കലും അണയാത്ത അഗ്നിയാണ് പക. അത് ഒരിക്കൽ മനസ്സിൽ കത്തിത്തുടങ്ങിയാൽ അത് നശിപ്പിക്കുന്നത് ശത്രുവിനെ മാത്രമായിരിക്കില്ല, ആ മനുഷ്യനെ കൂടിയായിരിക്കും. നിഷാദ് തിരിച്ചു വരുമോ? വന്നാൽ അവൻ ആരെയാകും ആദ്യം തേടുക? എന്തു സംഭവിക്കുന്നു എന്നറിയണ്ടേ? തുടർന്നുള്ള ഭാഗങ്ങളും കേൾക്കാതെ പോകരുത് കേട്ടോ. മറ്റന്നാൾ അടുത്ത ഭാഗവുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലത് വരാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.